കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് ഇഡ്ഡലി. അപ്പൊ ഇഡ്ഡലി ഇപ്പൊ ഞങ്ങള് ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പോ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ബാക്കിയൊക്കെ വരും. അപ്പൊ ബാക്കി വരുന്ന ഇഡ്ഡലി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഉണ്ടാക്കാവുന്ന ഒരു സൂപ്പർ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പറഞ്ഞാൽ നമ്മുടെ ശരവണഭവൻ രീതിയിലുള്ള ഒരു കൈമ ഇഡ്ഡലി റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ രാവിലെ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ തന്നെ ബാക്കി വരുമ്പോൾ ഈ സംഭവം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അത് കറക്റ്റ് ആ ടെക്സ്ചറും ആ ഒരു ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പൊ വൈകുന്നേരം പിള്ളേര് സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഈ സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 5 ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി വെച്ചിട്ടാണ് നമ്മൾ ഈ കൈമ ഇഡ്ഡലി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ടോ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഒരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഹാർഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണേ കിട്ടും. എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കാം. അതൊക്കെ ഇപ്പോൾ ഒരു 5 ഇഡ്ഡലി ആണ് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, ഒരു 1/4 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാവ് ഭാജി മസാലയാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ സാധാരണ എപ്പോഴും ഉണ്ടാവില്ല പാവ് ഭാജി മസാല. അങ്ങനെയാണെങ്കിൽ ഗരം മസാലപ്പൊടി എടുക്കുക, അത് 1 ടീസ്പൂൺ എടുക്കുക കേട്ടോ. ഞാനിവിടെ പാവ് ഭാജി മസാല ഉള്ളത് കാരണം മാത്രം ഇതെടുത്താണ്. ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുക അതിന്. ഇത് പെരിഞ്ജീരകമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പെരിഞ്ജീരകം അല്ലെങ്കിൽ ജീരകത്തിൻ്റെ സ്വാദാണ് ഇഷ്ടം വെച്ചാൽ നല്ല ജീരകം നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ. അത് ഫ്രോസൺ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഗ്രീൻ പീസ് കുതിർത്തി വേവിച്ചത് എടുക്കാം. പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്, 2 പച്ചമുളക്, 2 ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്, 1/2 ക്യാപ്സിക്കം തിൻ സ്ട്രിപ്സ് ആയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്, അത് ഓപ്ഷണലാണ്, കുറച്ച് വെള്ളം, വെളിച്ചെണ്ണ. ഇനി നമ്മളിത് ഇഡ്ഡലി ഉണ്ടല്ലോ, നമുക്ക് ഒരു ബൈറ്റ് സൈസിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫിനിഷിങ് കിട്ടും ഇതിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ കത്തിക്ക് ഒത്തിരി സ്റ്റിക്കി ആയിട്ടിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ അധികം കയറില്ല. ഇങ്ങനെ 2 അഡ്വാൻറ്റേജ് ആണ്. മൊത്തത്തിൽ ഈ സ്നാക്ക് കാണുമ്പോൾ ഒരു ഗുഡ് അപ്പിയറൻസ് കിട്ടും. അപ്പം അതൊക്കെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കാരണം. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോണത് എണ്ണ ചൂടാക്കാൻ പോകണം. വെളിച്ചെണ്ണ എടുക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കും. ഞാനിവിടെ ഒരു കടായിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി പീസസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം.
എണ്ണ ഉണ്ടല്ലോ, എണ്ണ മാറ്റിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി എണ്ണ ചൂടാണ്. ഇതിലേക്ക് നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പില. ഇനി നമ്മൾ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3/4 ടീസ്പൂൺ എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കാൻ പോവാം. ടൊമാറ്റോ നന്നായി വേവിച്ചെടുക്കണം. ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ടൊമാറ്റോ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതായത് മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, പാവ് ഭാജി മസാല അല്ലെങ്കിൽ ഗരം മസാല പൊടി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഈ മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ടൊമാറ്റോ സോസ് വേണ്ടാന്ന് വെച്ചിട്ട് നമുക്ക് ചെറുനാരങ്ങ നീര്, ഒരു 1/2 ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഈ സ്വീറ്റ് ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഇതാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൊരിച്ച് വെച്ച ബ്രെഡ് ഇതിലേക്ക്, അല്ല സോറി കേട്ടോ, ബ്രെഡല്ല നമ്മുടെ ഇതിൽ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ബ്രെഡ് ഇതുപോലെ മൊരിക്കില്ലേ സൂപ്പിലേക്കൊക്കെ ഇടാൻ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ മൊരിച്ച് വെച്ച നമ്മുടെ ഇഡ്ഡലി പീസസ് ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം, അതായത് 1/4 കപ്പിനും താഴെ കണ്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ.
ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലി ലെഫ്റ്റ് ഓവർ ചേഞ്ച് ഓവർ ആയിട്ട് നമ്മളിവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. മിക്കവർക്കും ഉണ്ടാവും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ 1, 2, 3 ഇഡ്ഡലിയൊക്കെ ബാക്കി ഉണ്ടാവും. ചെറിയൊരു അളവിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആണ്. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.